വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പലചരക്ക് കടയിലെ തറയിൽ നിന്നും രക്തത്തിന് സമാനമായ ദ്രാവകം തിളച്ചു പൊന്തുന്നു. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് സമീപത്തുള്ള പലചരക്ക് കടയിലാണ് സംഭവം. കടയ്ക്കുള്ളിലെ തറയിൽ നിന്നും രക്തത്തിന് സമാനമായ ചുവന്ന നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നു. ജൂൺ 30 തിങ്കളാഴ്ച വൈകിട്ട് കടയിലെത്തിയവരാണ് ആദ്യം കണ്ടത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് കട പ്രവർത്തിക്കുന്നതെന്ന് സമീപവാസികൾ പറയുന്നു. സംഭവമറിഞ്ഞ നിരവധി പേർ കടയിലെത്തി. ദൃക്സാക്ഷിയായ കട്ടച്ചിറ സ്വദേശി ടി.പി. ജ്യോതിഷ്. ഇത് നമ്മുടെ ചേർത്തല തണ്ണീർമുക്കം റൂട്ടിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് നേരെ വെക്കുവശത്തുള്ള ഒരു പലചരക്ക് കടയാണ്. 100 വർഷത്തോളം എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടുള്ള പലചരക്ക് കടയുണ്ട്. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ ആ കെട്ടിടത്തിൽ വർഷങ്ങളായിട്ട് പലചരക്ക് കട നടത്തി വരുന്ന യുവതാരയുടെ കിഴക്കുവശമുള്ള ഒരു കളത്തൂർ തമ്പി എന്ന് പറയുന്ന ആളുടെ സ്ഥാപനമാണ്. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാനവിടെ ഇപ്പോൾ രാത്രി ഒരു 9:15 അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ചെന്നപ്പോഴത്തേക്ക് എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ തറയിൽ നിന്ന് പൂഴിയാണ്. അപ്പോൾ ഈ പണ്ടത്തെ സിമെന്റ് ഉണ്ടായിരുന്നൊന്നും അറിയില്ല. ഇപ്പോൾ പൂഴി ഒരു ലെവലിലെ കാണുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ രക്തം കണക്കെ കറക്റ്റ് മനുഷ്യരക്തം അല്ലെങ്കിൽ രക്തം കണക്കെയുള്ളൊരു വസ്തു ഈ തറയിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വെള്ളം തിളയ്ക്കണ പോലെ. അതെ. അപ്പൊ അത് അകത്തുനിന്ന് ഇങ്ങനെ ഞൊരിഞ്ഞ് രക്തം തിളച്ചു വരും പോലെ തന്നെ ഒരു അവസ്ഥയിലാണ് കണ്ടത്. അപ്പോൾ അവിടെ അപ്പൊ ഈ കടയിൽ സിമെന്റ് പൂഴി പോലെ തോന്നുന്നു ഇത്രയും വർഷമായത് കാരണം. അപ്പോ ഈ കടയിൽ സാധനം വാങ്ങാനായിട്ട് വന്ന ഒരു ലേഡിയാണ് ഇത് ആദ്യം കാണുന്നത്. അപ്പൊ അവരുടെ കാലും ഇത് പൊട്ടിയതാണെന്ന് ഓർത്താണ് അവർ ഇത് പറയുന്നത്. അപ്പൊ അല്ല. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഭയങ്കര രീതിയിലുള്ളൊരു രക്തം കണക്കെയുള്ളൊരു വസ്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തുണി കൊണ്ടും ഇതെല്ലാം ഒക്കി മാറ്റിയിട്ട് പിന്നെയും വരികയാണ്. പിന്നെ അവർ ചാക്കിട്ട് നിന്നുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് എന്നെ കാണിക്കുന്നത്. പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ അതോ? പുറത്തേക്ക് ഒഴുകാണ്ട് അവിടെ വരുന്ന അവർ തുണി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് ആ തുണി മുഴുവൻ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായ ഒരു പ്രതീതിയിലാണ് ഈ ബ്ലഡ്. അപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രതീതിയാണ് അവിടെ ഒപ്പിയെടുത്ത തുണികൾ മുഴുവൻ. അത് ആരെയും അറിയിച്ചിട്ടില്ല. ഈ സമയമായത് കാരണം ആരെയും അറിയിച്ചിട്ടില്ല. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇന്ന പോലെ ഒരു സംഭവം. അപ്പൊ ഞാനങ്ങനെ കണ്ടപ്പോഴത്തേക്കാണ് ഈ സംഭവം അതൊരു ഗൗരവമുള്ള, കാരണം നമ്മളൊരു ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയാണത്. അപ്പൊ അതെന്താണ് അതിന്റെ സംഭവം? പൂഴി ഇളകിയിട്ടൊന്നുമില്ല. തറ നല്ല തറയായിട്ട് തന്നെ കിടക്കുക. അതിന്റെ സുഷിരങ്ങളിലൂടെയാണ് ഇവനിങ്ങനെ ഈ പതഞ്ഞ് തിളച്ചു പൊങ്ങി വരുന്നത്. അപ്പൊ അത് കാണാൻ പറ്റും. അത് തുണിയിൽ ഒപ്പി ഒത്തിരി തൊട്ട് നോക്കിയോ? അവര് കൈ കൊണ്ടല്ല, അവരെന്തോ ഇതുകൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് എന്തോ കൈ ഇട്ടുണ്ട്. അവർ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയപ്പോൾ സാധാരണ വിരൽ കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ പശപ്പ് പോലെ തന്നെ മനുഷ്യരക്തത്തെ തൊടുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ രക്തത്തിൽ തൊടുന്ന ആ ഒരു രീതി. സംഭവം ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നോ? ആളുകൾ പലരും ഇതിറങ്ങി. അവിടെ അടുത്തുള്ള കടയിലുള്ള ആൾക്കാരും ഒക്കെ ഇത് വന്ന് കാഴ്ച ഒരു കൗതുകകരമായിട്ടുള്ള രീതിയിൽ കണ്ട്. അപ്പൊ അതെന്താണെന്നറിയില്ല, ചിലർക്ക് ഇത് അവർക്കൊരു പേടിയും ഉണ്ട്. ഇത് എന്താ സംഭവം എന്നറിയാഞ്ഞിട്ട് അവർക്കൊരു ഭയവും ജനിപ്പിച്ചിട്ടുണ്ട്.